ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അലിഗേറ്റർ ക്ലിപ്പാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് OHP ട്രാൻസ്പാരൻറ്റ് ഷീറ്റാണ്. ഫസ്റ്റ് അതിലേക്ക് നമ്മുടെ പേൾ ചെയിൻ, ഈ സ്റ്റോൺ ചെയിൻ പോലെ പേളിൻ്റെ ചെയിനുണ്ട്. ആ ചെയിൻ നമ്മുടെ എത്ര ലെങ്തിലാണോ അലിഗേറ്റർ ക്ലിപ്പ് ഉള്ളത് ആ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ ലെങ്തിൽ വേണം നമ്മളത് കട്ട് ചെയ്ത് ഒട്ടിക്കാൻ. ഫസ്റ്റ് ഞാൻ സ്ട്രെയിറ്റ് ലൈനായിട്ട് ഒരു പേൾ ചെയിൻ കട്ട് ചെയ്ത് ഒട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ രണ്ട് സൈഡിലേക്കും അതിൽ നിന്ന് കുറച്ച് ലെങ്ത് കുറച്ചിട്ട് രണ്ട് സൈഡിലേക്കും ഒരു ബ്രാഞ്ച് പോലെ ശിഖരങ്ങൾ പോലെ ഞാനത് കട്ട് ചെയ്തു. ഓരോന്നും ചെയ്ത് ഗം അപ്ലൈ ചെയ്യുന്നതായിരിക്കും എളുപ്പം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ആവും. പിന്നെ അതിൽ നമ്മൾ ചെയിനിൽ പിടിക്കുമ്പോൾ അത് ഇളകി വരും നമ്മുടെ കയ്യിൽ. അപ്പോൾ രണ്ട് സൈഡ് ഞാനതങ്ങോട്ട് ഒട്ടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം തൊട്ട് ബാക്കിലോട്ട് വീണ്ടും അതിൽ നിന്നും കുറച്ചുകൂടി ചെറുതായിട്ട് രണ്ട് സൈഡിലേക്ക് വീണ്ടും ആ പേൾ ചെയിൻ കട്ട് ചെയ്ത് ഒട്ടിക്കുകയാണ്. നോക്കിയേ, അപ്പോൾ ഓരോ പ്രാവശ്യം ഗം അപ്ലൈ ചെയ്തിട്ടാണ് ഞാനത് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു ബ്രാഞ്ച് പോലെയല്ലേ, ഒരു ചെറിയ ട്രീ പോലെയുണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഇത്ര ഞാൻ ഒട്ടിച്ചു. ഇതിൻ്റെ സൈഡിലേക്ക് എല്ലാത്തിൻ്റെ ആ എഡ്ജിലേക്ക് ഞാൻ ടിയാര ഫ്ലവർ, നമ്മുടെ ആ കുഞ്ഞു ഫ്ലവർ ഞാൻ വെച്ച് കൊടുക്കുകയാണ് എല്ലാ സൈഡിലേക്കും. ഇനി അതിന് പകരം നിങ്ങൾക്ക് അവിടെ ബീഡ്സ് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. കട്ട് ബീഡ്സ്, ഹാഫ് കട്ട് ബീഡ്സ് വേണമെങ്കിലും കൊടുത്ത് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത് സ്റ്റോൺ അല്ല, ഗോൾഡൻ ബീഡ്സ് ആണ്. വളരെ ചെറിയ ഗോൾഡൻ ബീഡ്സ് ആണ്. അവിടെ സ്റ്റോൺ കൊടുത്താലും നല്ല ഭംഗിയാണ്. ഞാനിവിടെ ഗോൾഡൻ ബീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, കുഞ്ഞു ഗോൾഡൻ ബീഡ്സ് കൊടുത്തു. ഇനി അടുത്ത് നമ്മളിത് കട്ട് ചെയ്തെടുക്കുക എന്നതാണ്. ഇത് OHP ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് എടുത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ബ്രാഞ്ചസ് ഒക്കെ നമ്മൾ ആ ഷീറ്റാകുമ്പോൾ കുറച്ച് ആ ഒരു തിക്നെസ്സിൽ നിൽക്കും, അല്ലാത്തത് നിൽക്കത്തില്ല. പിന്നെ കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ബ്ലൈഡ് ഉപയോഗിച്ചാണ് അത് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത ശേഷം അലിഗേറ്റർ ക്ലിപ്പിലേക്ക് പേസ്റ്റ് ചെയ്തു. അപ്പോൾ അത് കറക്റ്റ് ഞാൻ പേസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചത് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിലേക്ക് രണ്ട് ടിയാര ഫ്ലവർ രണ്ട് സൈഡിലും ആ സെൻറ്ററിലുള്ള വിടവിലേക്ക് ഞാൻ ആ രണ്ട് ടിയാര ഫ്ലവർ വെച്ച് കൊടുക്കുന്നു. അവിടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ആ രണ്ട് സൈഡും ആ ബ്രാഞ്ചസ് രണ്ടും കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കും, കുറച്ചുകൂടെ അവിടെ ഒരു തിക്നെസ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ചത്. അതിനുശേഷം അതിൻ്റെ താഴെയും രണ്ട് ബ്രാഞ്ചിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ടിയാര ഫ്ലവർ കൂടെ ഞാൻ വെച്ച് കൊടുത്തു. അപ്പോഴേക്കും അവിടെ അങ്ങ് നല്ല മനോഹരമായി, ശരിക്കും നല്ലൊരു അലിഗേറ്റർ ക്ലിപ്പായി മാറിയായിരുന്നു അത്. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്യുമ്പോൾ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ ലെങ്ത് കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ അതൊരു ചെറിയ വൃത്തികേടായി പോവും. നോക്കിയേ, അപ്പോൾ വളരെ എളുപ്പമാണ്. നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.